ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിവിട്ടിറങ്ങി വരി. നീ പന്ത കണ്ട പെരിച്ചാലിപ്പോൾ നിമിടിക്കാണ്ട് കാര്യം പറ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ മനനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ടന്റ് ക്രിയേറ്ററായ യുവതി പിടിയിലായിരിക്കുന്നു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിത പിടിയിലായത്. എന്റെ ട്രീറ്റ്മെന്റ് കലക്കി കളഞ്ഞു. ഷീജ രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 2 ദിവസം ലോഡ്ജിൽ ഒളിച്ചു കഴിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ വെടിവെച്ച് കൊല്ലണപ്പതിനെ. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും പരിഗണിക്കുക. അതിനിടയിലാണ് ഇപ്പോൾ വടകരയിൽ ബന്ധുവീട്ടിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ഈ മിടുക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നാട്ടിൽ എന്ത് പണിയും നടത്തിയിട്ട് രക്ഷപ്പെടാമെന്ന്. പുറകെ ഓടും സാറേ, ഓടിച്ചിട്ട് പിടിക്കും കേരള പോലീസ്. നമ്മളിപ്പോ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.